ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. 14 ദിവസത്തേക്കാണ് പോറ്റിയെ പത്തനംതിട്ട റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടത്. തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ വാക്കുകൾ കേട്ടു തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോകണം. ശബരിമല സ്വർണ്ണപ്പാളിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 1.5 കിലോയോളം സ്വർണം കൈക്കലാക്കിയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. 2 കിലോയോളം സ്വർണം ഉണ്ടായിരുന്ന പാളികൾ നവീകരിച്ചപ്പോൾ പൂശിയത് 394.9 ഗ്രാം സ്വർണം മാത്രമെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. നമുക്ക് ആദ്യം ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് തന്നെ പോകാം. ആർ അനന്തകൃഷ്ണനും സി കെ അബിലാലും ചേരുന്നുണ്ട്. അനന്തൻ, ഇന്നിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതിനപ്പുറത്തേക്ക് ആഘാതമുള്ള ഉൾക്കിടിലമുണ്ടാക്കുന്ന വിവരങ്ങളാണ്. കാരണം ഉദ്യോഗസ്ഥരുടെ ചേർന്നുള്ള ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടത്തിയ പ്രതികരണം ഒന്ന് അടിവരയിട്ട് പരിശോധിക്കേണ്ടതാണ്. തന്നെ കുരുക്കിയതാണെന്ന്. അപ്പോൾ കുരുക്കിയത് ആര്? ഈ കഥയിലെ ഈ തിരക്കഥ പോലെ ഉള്ള നമ്മൾ കണ്ട കഴിഞ്ഞുപോയ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ടോ? ഇന്ന് കോടതിയിൽ കണ്ട കാര്യങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം, ഇനി SIT സംബന്ധിച്ചോളം അസാധാരണമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ്. കാരണം 10-14 ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവശം കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നു കോടതിയിൽ കണ്ടത് അനന്തൻ? പ്രജീഷ്, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന് അപ്പുറം പുതിയ ഒരു കണ്ടെത്തൽ ഒന്നും SITയുടെ ഇന്നലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവശം കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഇതുവരെ കോടതിയിൽ എത്തിക്കുന്നത് വരെയുള്ള നടപടികളിൽ വ്യക്തമാകുന്നില്ല. അതിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു വരിയുണ്ട്: സമയക്കുറവ് മൂലം ഈ കേസിൽ 1-ാം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് സാധിച്ചിട്ടില്ലാത്തതും ഈ കേസിലേക്ക് ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട മുദ്രകൾ കണ്ടെത്തി ബന്ദോബസ്തിലെടുക്കുന്നതിനും പ്രതിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി തെളിവ് ശേഖരിക്കേണ്ടതും ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളുടെ പങ്കിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏതാണ്ട് 6-7 മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവർ പറയുന്നത് സമയം കിട്ടിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായ ഒരു വിവരങ്ങളൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനൊപ്പം തന്നെ മറ്റു പ്രതികളുടെ പങ്കിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നും ഇതിൽ പറയുന്നു. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാം ആശങ്കപ്പെട്ടിരുന്ന അതേ കാര്യം തന്നെയാണ്. അത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതാണ്. അത് തന്നെയാണ് SITയും അടിവരയിടുന്നത്. ശബരിമല സന്നിധാനത്ത് 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു. അത് ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞിരുന്നു. അത് ഏതാണ്ട് 2 കിലോയോളം വരും. ആ 2 കിലോ സ്വർണമുള്ള കവചം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ആ സ്വർണം വേർപെടുത്തിയെടുത്ത് പിന്നീട് 380 ഗ്രാം മാത്രം പൂശി അതാണ് സന്നിധാനത്ത് കൊണ്ടുവന്നത്. മാത്രമല്ല ഇതിനുവേണ്ടി, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ശബരിമലയിലെ ദ്വാരപാലക കവചങ്ങൾ സ്വർണം പൂശാൻ എന്ന പേരിൽ വിവിധ സ്പോൺസർമാരിൽ നിന്ന് സ്വർണം വാങ്ങിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ട്. ആ സ്വർണവും കൂടി തട്ടിയെടുത്തു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ തങ്കം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഴുവൻ ഒത്താശയും ചെയ്തത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ പ്രതികർത്തിരിക്കുന്ന 2 മുതൽ 10 വരെയുള്ള മുരാരി ബാബു മുതൽ ഉള്ള 10 വരെയുള്ള പ്രതികളാണ്. അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഈ ചെമ്പുപാളികളല്ല ഇത് തങ്കപ്പാളികളാണ് എന്നുള്ളത്. അത് മറച്ചു വെച്ചുകൊണ്ട് ചെമ്പുപാളി എന്ന് വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കാര്യം, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നേരത്തെ ഒന്നും വരാത്ത ഒരു കാര്യമുള്ളത്, 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് കീഴ്ശാന്തിമാരുടെ സിൽബന്ദിയായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ അവിടെ അത്രയും കാലം ആ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അയാൾ കൃത്യമായി ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ മുഴുവൻ ഒറിജിനൽ തങ്കമാണ്, തനി തങ്കമാണ്, 24 ക്യാരറ്റ് ഗോൾഡ് ആണ് എന്ന് ഉത്തമ ബോധ്യം വന്നു. അന്ന് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ ആസൂത്രണം തുടങ്ങി എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ കൊടുത്തിരിക്കുന്ന SITക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയും അങ്ങനെയാണ്. ഞാൻ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ ഇതിന്റെ ആലോചനകൾ ആരംഭിച്ചു ഉദ്യോഗസ്ഥരുമായി ചേർന്നെന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരാണോ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥർ അവർ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൊള്ളയാണെന്നാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, അനന്തനാണ് വിവരങ്ങൾ നൽകുന്നത്. അനന്തൻ അവിടെ നിന്ന് റാന്നിയിൽ നിന്നുള്ള തിരിച്ചുവരവിലാണ്. കാരണം
ഓരോ റിപ്പോർട്ടുകളും നമ്മൾ നൽകുകയും ആ റിപ്പോർട്ടിന് അനുസരിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോടതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ CK അബിലാൽ കൂടി നമ്മുടെ തുടരുന്ന. അബിലാൽ, ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 1.5 കിലോയോളം സ്വർണം കൈക്കലാക്കിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. അതായത് വലിയൊരു കൊള്ളയുടെ വ്യാപ്തി കുറച്ചുകൂടി കൂടുകയാണ്. മാത്രമല്ല അതിന്റെ ആസൂത്രണം നമുക്ക് സങ്കല്പിക്കാവുന്നതിന് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അബിലാൽ, കണ്ട കാര്യങ്ങൾ എന്താണ്? മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉന്നത ഗൂഢാലോചനയുടെ ഫലമാണ് ശബരിമലയിൽ 2019 ഉണ്ടായത് എന്നുള്ളതാണ് SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 1 മുതൽ 10 വരെ പ്രതികൾക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളടക്കം എണ്ണി പറയുന്നുമുണ്ട്. ചുരുക്കത്തിൽ 2 കിലോയോളം സ്വർണം പൂശിയിരുന്ന പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് അയാൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കുന്നതിനടക്കം ഇടവരുത്തിയത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ്. അതിൽ പറയുന്ന ചെമ്പുപാളി എന്നുള്ള പരാമർശമാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 1999 വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൂശിയ വേളയിൽ തന്നെ ഇത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികളും സ്വർണം പൂശിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് ജീവനക്കാർ, അതായത് മുരാരി ബാബു അടക്കം വരുന്ന 9ഓളം ജീവനക്കാർ, കേസിലെ പ്രതികളായിട്ടുള്ള മുൻ ജീവനക്കാർ അടക്കമുള്ളവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നിട്ടും അതിനെ സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികൾ എന്ന് ബോധപൂർവം തിരികെ കയറ്റി രേഖപ്പെടുത്തിയത് തട്ടിപ്പിന്റെ ആസൂത്രണം എന്ന് തന്നെയാണ് SIT വ്യക്തമാക്കുന്നത്. 1.5 കിലോയോളം സ്വർണം ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പോറ്റിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഏറെക്കുറെ 2 കിലോ തൂക്കമുണ്ടായിരുന്ന സ്വർണം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ അതിൽ 1.5 കിലോയോളം സ്വർണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി. 2 കിലോയോളം സ്വർണ്ണമുണ്ടായിരുന്ന പാളികളിൽ നവീകരിച്ചപ്പോൾ പൂശിയത് 394.9 ഗ്രാം മാത്രമാണ് എന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാളികളുടെ ആകെ തൂക്കത്തിൽ 4541.9 ഗ്രാമിന്റെ കുറവാണ് ഉണ്ടായത്. അതായത് ഏറെക്കുറെ 4.5 കിലോയോളം തൂക്കം ആകെ കുറയുകയും ചെയ്തിട്ടുണ്ട്. പാളികളുടെ സ്വർണം തട്ടിയെടുക്കുന്നതിന് ആസൂത്രണമായ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. മുരാരി ബാബു, S ജയശ്രീ അടക്കമുള്ള ജീവനക്കാർക്ക് അന്നുണ്ടായ വീഴ്ചകൾ അത് ബോധപൂർവമാണ് എന്നുള്ള സംശയം കൂടി SIT മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി ആക്കി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ആസൂത്രണമായ നീക്കം തുടക്കത്തിൽ ഉണ്ടായതെന്ന് പറയുന്നു. മറ്റൊന്ന് S ജയശ്രീ, അതായത് സെക്രട്ടറിയുടെ സ്ഥാനം വഹിച്ചിരുന്ന S ജയശ്രീ കേസിലെ 3ാമത്തെ പ്രതിയാണ്. ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുക മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തയക്കാൻ വേണ്ടി ബോർഡിന് ശുപാർശ ചെയ്തത് S ജയശ്രീ ആണെന്ന് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പാളികൾ ഇതര സംസ്ഥാനങ്ങളിൽ എത്തിച്ച് വിവിധയിടങ്ങളിൽ പ്രദർശനം നടത്തി അതുവഴി ലാഭമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പോറ്റിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്. സ്ഥലത്തില്ലാതിരുന്ന, അതായത് ഈ പാളികൾ സന്നിധാനത്തു നിന്നും ഇളക്കി എടുക്കുന്ന സമയത്തും പിന്നീട് തിരികെ എത്തിച്ച വേളയിലും സന്നിധാനത്ത് സന്നിഹിതരാകാതിരുന്ന ആളുകളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി ബോധപൂർവം അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ മഹസറിൽ രേഖപ്പെടുത്തി ജയശ്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി പറയുന്നുണ്ട്. തിരികെ എത്തിച്ചപ്പോൾ ഈ പാളികളുടെ തൂക്കം പരിശോധിച്ചില്ല, സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഇത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നിവയടക്കം ഗുരുതരമായ കൃത്യവിലോപം ദേവസ്വം ബോർഡ് ജീവനക്കാർ. തീർച്ചയായും അങ്ങനെ ദുരൂഹതയുടെ ആ ഒരു പ്രതലം, അത് അതിന്റെ വ്യാപ്തി കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധനയും വിലയിരുത്തലിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ എന്നോട് അഭിലാഷ് മോഹനും പ്രശാന്ത് കൃഷ്ണയും ചേരുകയാണ്. അഭിലാഷ്, ഇന്നിപ്പോൾ നമ്മൾ കണ്ടതനുസരിച്ചാണെങ്കിൽ, പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ SITയുടെ കൈവശം എത്തുമ്പോൾ മണിമണി പോലെ ഉത്തരം പോറ്റി നൽകുന്നുണ്ടോ? അതല്ല, ചില കാര്യങ്ങൾ പോറ്റിയെ സംബന്ധിച്ചോളം അറിയാം. ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ഈ മൈൻഡുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിച്ച് നേരത്തെ തന്നെ ഒരു തിരക്കഥയോടുകൂടിയായിരിക്കാം ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞെട്ടലുളവാക്കുന്ന വസ്തുതകൾ വരുന്നു. കാരണം പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ പറയുന്ന ഒരു ബൈറ്റുണ്ട്, നൽകിയ ബൈറ്റുണ്ട്, എന്നെ കുടുക്കിയതാണ് എന്ന് പറയുന്നു. പിന്നീട് SIT സംഘം പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഒരു കൂട്ടുകച്ചവടം, ഒരു വലിയൊരു കവർച്ചാ സംഘം തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുകയാണോ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടി വരികയാണോ? അല്ല, കള്ളത്തരം ചെയ്തിട്ട് കുടുക്കി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിന്നെ വിശ്വാസികൾക്ക് വേണമെങ്കിൽ അയ്യപ്പൻ കുടുക്കി എന്ന് വിശ്വസിക്കുകയും ചെയ്യാം. ഇവിടെ നോക്കൂ, 3 തലങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന്, വിജയ് മല്യ കൊടുത്ത സ്വർണം UB ഗ്രൂപ്പിന്റെ ഫിനാൻസ് ഓഫീസർ അക്കാലത്ത് ദേവസ്വം ബോർഡിന് നൽകിയ കത്തനുസരിച്ച് 1564 ഗ്രാം സ്വർണ്ണമാണ്. 2 കിലോയ്ക്ക് അടുത്ത് സ്വർണം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 394 ഗ്രാം മാത്രമേ ഇത് പിന്നീട് പൂശിയപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എത്ര വ്യത്യാസമാണെന്ന് ആലോചിച്ചു. 1564 ഗ്രാം 394 ഗ്രാമായി. അതുമാത്രമോ?
സ്പോൺസർമാരിൽ നിന്ന് സ്വർണം പൂശാൻ വേറെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പന്റെ സ്വർണം, സ്പോൺസർമാരുടെ സ്വർണം, ഇത് കൂടാതെ ഈ പാളികൾ 39 ദിവസം കയ്യിൽ വെച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കി അവിടെ നിന്ന് അയ്യപ്പന്റെ വിശുദ്ധമായ പാളികൾ എന്ന് പറഞ്ഞ് അഭിലാഷ്, പല സ്ഥലങ്ങളിൽ ഈ സംഭാവന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ തുട്ടൊന്നും ആയിരിക്കില്ലോ നൽകുന്നത്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അതും ബമ്പന്മാരുടെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഭാവിയിൽ IIM-കൾക്കൊക്കെ പഠിക്കാനുള്ള മെറ്റീരിയലായി എങ്ങനെ നോക്കൂ, ഒരു ക്ഷേത്രത്തിന്റെ വസ്തു ഉപയോഗിച്ച് മാക്സിമം പണം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ സമ്പാദിക്കാം എന്നതിന്റെ മാതൃകയായി വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഠിക്കാവുന്നതാണ്. 3 തലങ്ങളിൽ. ഒന്ന്, ഇവിടെ ശബരിമലയിൽ ഇങ്ങനെ ഒരു വഴിപാടുണ്ട്. നിങ്ങൾ സ്വർണം പൂശാനുള്ള ആ വഴിപാട് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ സ്പോൺസർമാരെ കണ്ടെത്തി സ്പോൺസർമാരിൽ നിന്ന് പൂശാനുള്ള സ്വർണം വാങ്ങുന്നു. നിലവിലുണ്ടായിരുന്ന 2 കിലോയോളം സ്വർണം അടിച്ചെടുക്കുന്നു. കൂടാതെ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി വേറെ വാടക പോലെ പൈസ വാങ്ങുന്നു. എന്തുമാത്രം പണം സമാഹരിച്ചു. ഈ കാര്യത്തിൽ നമ്മൾ കണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായ പങ്ക് SITക്ക് ബോധ്യമാവുന്നു എന്നുള്ളതാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പറഞ്ഞ കള്ളത്തരത്തെക്കാൾ വലിയ കാര്യങ്ങൾ വരുന്നത്. കാരണം മുരാരി ബാബു അന്നത്തെ AO ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. മുരാരി ബാബുവിന്റെയും S ജയശ്രീയുടെ അന്നത്തെ ദേവസ്വം സെക്രട്ടറിയുടെ പങ്ക് പകൽ പോലെ SITക്ക് മുമ്പിൽ ബോധ്യമാവുന്നു എന്നിടത്താണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. മാത്രമല്ല, അവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് 2019 അന്നത്തെ വാസുവിന്റെ ഉത്തരവാദിത്വം നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന്റെ, അന്നത്തെ കമ്മീഷണർ അടക്കം, അന്നത്തെ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ ഇന്നാണ് ഈ പ്രതിപട്ടിക 10 പ്രതിപട്ടിക തയ്യാറാക്കുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം വിപുലമായിട്ടുള്ള അവരുടെ ഇടപെടലോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ചെറുതല്ല. അപ്പോൾ ഒരു കൂട്ടുകച്ചവടം, കള്ളന്മാരുടെ എണ്ണം കൂടുകയാണ്, വിപുലപ്പെടുകയാണ്. ഈ കൽപേഷ് എന്ന് പറയുന്ന ഒരു കക്ഷി, ഈ കൽപേഷ് ആരാന്നറിയില്ല. കൽപേഷ് എന്ന യഥാർത്ഥ പേരാണോ, മറ്റെന്തെങ്കിലും ഒരു കഥാപാത്രമാണോ, എന്തെങ്കിലും കോഡുകൾ, ഇത്തരം കൊള്ളസംഘങ്ങൾ ഉപയോഗിക്കുന്ന കോഡാണോ, മറ്റാരെങ്കിലുമാണോ അവതരിക്കപ്പെട്ടത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇനി എത്തേണ്ടതുണ്ട്. അതിന് ഈ 14 ദിവസത്തെ കസ്റ്റഡി, 14 ദിവസമാണ് കയ്യിലിരിക്കുന്നത്. ആ കസ്റ്റഡി SITയെ സംബന്ധിച്ചോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്. അതല്ല അനായാസം പോറ്റിയുടെ വാക്കുകളിലൂടെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്ന്, ഇത് എന്നെ കുടുക്കിയതാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ പലരും ഇതിന് പിന്നിൽ നിൽക്കുന്ന പലരും പുറത്തു വരരുത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അഭിലാഷ് നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പോലത്തെ പാളികൾ കൊണ്ട് പലയിടത്തും പ്രദർശിപ്പിച്ച് ചെയ്യുക എന്നത് മാത്രമല്ല, ഇപ്പോൾ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിട്ട് അവിടെയും വേറൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ്. ഇത് ശബരിമലയിലെ പാളിയും വച്ച ക്ഷേത്രമാണ് എന്ന രീതിയിൽ അവിടെ വേറെ തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഇന്നിപ്പോൾ നഷ്ടമായ സ്വർണത്തിൻ്റെ കാര്യമാണ് കോടതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അന്ന് 1998 പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണം പൊതിഞ്ഞ പാളിയുണ്ടല്ലോ, ആ പാളി എവിടെ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ പലയിടത്തും പ്രദർശനത്തിൽ വെച്ചു എന്നതിനപ്പുറത്തേക്ക് 1998 അവിടെ വെച്ച് സ്ഥാപിച്ചിരുന്ന പാളി മറ്റു രീതിയിൽ മറിച്ച് വിറ്റിട്ടുണ്ടാകാം. അതടക്കമുള്ള അന്വേഷണത്തിലേക്ക് ഈ അന്വേഷണ സംഘം പോകും. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ സ്വർണം നഷ്ടമായി എന്നത് കണക്കുകൾ കൃത്യമായി ഉദ്ധരിച്ച് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ ഡീൽ നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ സ്വർണം പങ്കിട്ടെടുത്തു, എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് പങ്കിട്ടെടുത്തു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതൊരു വല്ലാത്തൊരു ഞെട്ടലാണ്. ഒരുക്കിയ ശേഷം എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു എന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ എത്തുന്ന ആൾ പറയുകയാണ്. അത് എങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് ഈ ശബരിമല അയ്യപ്പനെ സേവിക്കാനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇതൊക്കെ ചെയ്തത് എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ശബരിമല സന്നിധാനം കാണാൻ പോകുന്ന എന്താണ്, 22-ാം തീയതി രാഷ്ട്രപതി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ശബരിമല സന്നിധാനത്ത് ഒരു പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്ന ഒരുപക്ഷെ ആദ്യമാണ്. ഇപ്പോൾ ഈ 30-ാം തീയതി വരെയുള്ള കാലയളവിനിടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം അവിടെ തെളിവെടുപ്പ് നടത്തും. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഹൈദരാബാദിലും ബംഗളൂരുവിലും ചെന്നൈയിലും എല്ലാം തെളിവെടുപ്പ് നടത്തും. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് ഇനി അതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, പ്രധാനപ്പെട്ട മൊഴികളായിരിക്കുമല്ലോ, അവിടെ നിന്നാണല്ലോ കാര്യങ്ങൾ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും SITയുടെ ഒരു സംഘം സ്മാർട്ട് ക്രിയേഷനിലുണ്ട്. അവിടെ അവരുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈദരാബാദിലുണ്ട്, ബംഗളൂരുവിലുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പങ്കിലേക്ക് എങ്ങനെ നീളും? അഭിലാഷ്, അവസാനമായി ഇത് നമുക്കിപ്പോൾ ഇത് റിക്കവർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഭക്തരെ സംബന്ധിച്ചോളം ആ സ്വർണം അയ്യപ്പന്റെ ഭൂമികയിലേക്ക് എത്തിയ, ആ തിരുസന്നിധിയിലേക്ക് എത്തിയ സ്വർണം റിക്കവർ ചെയ്യപ്പെടുക, അതിന് സാധ്യമാണോ? അല്ല, അത് അന്വേഷണം പുരോഗമിക്കുന്ന മുറക്കേ പറയാൻ കഴിയുള്ളൂ. ഒന്ന്, 394 ഗ്രാം സ്വർണ്ണമേ രണ്ടാമത് സ്വർണം പൂശി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്വർണം, അതായത് ഈ 394 ഗ്രാം എന്നുള്ളത് സ്പോൺസർമാരിൽ നിന്ന് കിട്ടിയ സ്വർണമാണോ പൂശിയത്, അതോ നേരത്തെ പറഞ്ഞ 2 കിലോയോളം വരുന്ന അന്ന് 1998 വിജയ് മല്യ കവർ ചെയ്ത, ക്ലാഡ് ചെയ്ത ആ സ്വർണം ഉരുക്കിയിട്ട് അതിലെ ഒരു പോർഷൻ പൂശുകയും ബാക്കി
ഉള്ള ഭാഗങ്ങൾ ഇവർ വീതിച്ചെടുക്കുകയാണോ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട്. അതോ ഈ പറഞ്ഞ പാളികൾ മുഴുവനായോ ഭാഗികമായോ എവിടെയെങ്കിലും ഇപ്പോഴും ഉണ്ടോ? ഇത് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യമാണ്. ഒപ്പം ചെമ്പ് എന്ന് ഖണ്ഡിതമായി മുരാരി ബാബു ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആദ്യം മഹസറിൽ എഴുതുന്നു. ബോർഡിന്റെ തന്നെ തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് എസ് ജയശ്രീ അന്നത്തെ ദേവസ്വം സെക്രട്ടറി കൃത്യമായി രേഖകളിൽ ചെമ്പിൽ സ്വർണം പൂശാൻ എന്ന നിലയിൽ തന്നെ റെക്കോർഡ് ഉണ്ടാക്കുന്നു. അതായത് ഈ റെക്കോർഡിക്കലായിട്ടുള്ള ക്രമക്കേടുകൾ മുഴുവനായി ദേവസ്വം ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. നെക്സ്റ്റ് മുരാരി ബാബുവിലെ കസ്റ്റഡി എടുക്കണം ഉടൻ. അടുത്ത വിക്കറ്റ് മുരാരി ബാബുവിൻ്റെതാണ്. സ്വാഭാവികമായി അടുത്ത വിക്കറ്റ് മുരാരി ബാബുവിൻ്റെതാണ്. കാരണം മുരാരി ബാബു ആണ് ഈ കോൺസ്പിറസിയിലെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്നുള്ളത് ഒരു തർക്കവുമില്ലാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എന്നിട്ട് ആലോചിക്കണം, 2019 ഇത് ചെയ്തിട്ട് വീണ്ടും 2023 40 വർഷത്തെ വാറന്റിയോടുകൂടി സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്ത വർക്കിന് വേണ്ടി വീണ്ടും 2023 മുതൽ ശ്രമം നടത്തുകയാണ്. നമ്മൾ ഈ റബ്ബറൊക്കെ ഈ ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ സ്ലോട്ടർ ടാപ്പിംഗ് നടത്തില്ലേ? ശബരിമല ക്ഷേത്രത്തെ കടുംവെട്ട് വെട്ടാൻ വേണ്ടി ദേവസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സെക്രട്ടറി പോലുള്ള ഉയർന്ന തസ്തികയിലിരുന്ന മനുഷ്യന്മാര് ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? 40 വർഷം തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടുപോകാനും സ്വർണ്ണം അടിച്ചു മാറ്റാനും ഒക്കെ ഉള്ളൊരു ഉപാധിയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയില്ലേ. പിന്നെ മുരാരി ബാബുവിലേക്ക് ഉടൻ തന്നെ അറസ്റ്റ് നീങ്ങും എന്നുള്ളതിന്റെ സൂചനയാണ്. മുരാരി ബാബു ഇന്ന് പല ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. NSSന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അത് രാജി എഴുതി വാങ്ങിച്ചതാണ്. അതെ, അപ്പോൾ ഉടൻ തന്നെ അടുത്ത അറസ്റ്റ് ഉണ്ടാകും. തീർച്ചയായും അങ്ങനെ ഒരുപാട് വിക്കറ്റുകൾ വീഴാനുണ്ട്. മാതൃഭൂമി ന്യൂസിന്റെ വാർത്താ പരമ്പരകളിലൊക്കെ തന്നെ അത് കോടതിയുടെ മോണിറ്ററിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം വരുന്ന ഫസ്റ്റ് വിക്കറ്റ് അത് പോറ്റിയാണ്. പോറ്റിയുടെ വിക്കറ്റ് വീഴുമ്പോൾ പിന്നാലെ വരുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? നമുക്ക് അത്ഭുതപ്പെടാവുന്ന ആളുകളുടെയൊക്കെ പേരുകൾ ഈ പട്ടികയിൽ ഉണ്ടാകുമോ? അന്വേഷണം ആ വഴിക്കൊക്കെ നീങ്ങുമോ എന്നുള്ളതാണ് നമുക്കിനി നോക്കി കാണേണ്ടത്.